എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വാല്യൂ കൂട്ടാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സപ്ലൈ ലിമിറ്റഡ് ആക്കുക എന്നുള്ളതാണ്. അതായത് എന്ത് കാര്യമായിക്കൊള്ളട്ടെ, നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യം അത് ലിമിറ്റഡ് ആക്കുക, അത് ഓവർ ആക്കാൻ പാടില്ല. അതായത് കൂടുതലായിട്ട് നമ്മൾ അത് കൊടുക്കാൻ പാടില്ല. നിങ്ങളൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ഒരു സേവനം നിങ്ങൾ ആർക്കെങ്കിലും ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ പൈസ വാങ്ങാതെ എടുത്തു കൊടുക്കുന്ന ഒരു കാര്യമാണെന്ന് വിചാരിക്കുക. അത് നിങ്ങൾ 5 മണി മുതൽ 6 മണി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് 5 മണിക്ക് തുടങ്ങുക, കറക്റ്റ് 6 മണിക്ക് തീർക്കുക. അല്ലാതെ 6 മണി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി എക്സ്ട്രാ എടുക്കാം, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൂടി എക്സ്ട്രാ എടുക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ വാല്യൂ ആണ് അവിടെ കുറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു ടൈമിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക, ആ ടൈമിൽ തന്നെ കാര്യങ്ങൾ നടത്തുക. അതിന് 5 മണിക്ക് മുൻപും നമ്മൾ ഫ്രീ അല്ല, 6 മണിക്ക് ശേഷവും നമ്മൾ ഫ്രീ അല്ല. ആ രീതിയിൽ ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ വാല്യൂ ഉണ്ടാവുകയുള്ളൂ. അതേപോലെ നമ്മളൊരു കാര്യം ഒരാളോട് നമ്മളൊരു ടൈം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന സമയത്ത് നമ്മൾ വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മൾ പങ്ക്ച്വാലിറ്റി ആണെങ്കിൽ നമ്മൾ ആ കറക്റ്റ് സമയത്ത് അവിടെ ചെല്ലും. അങ്ങനെ ചെന്നതിന് ശേഷം അവരുമായിട്ട് നമ്മൾ സംവദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ ഒരു ടൈം ഒരു 10 മിനിറ്റ് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് സംസാരിക്കുക. അത് കൂടുതലായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മൾ വിശദമായിട്ട് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും, പക്ഷേ അവിടെ നമ്മുടെ വാല്യൂ കുറയും. നമ്മളവിടെ ലിമിറ്റഡ് ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്യുക, ഒരു 10 മിനിറ്റ്. അത് കഴിഞ്ഞാൽ നമ്മൾ പറയുക നമുക്കത് പിന്നെ നമുക്ക് അടുത്ത ദിവസം സംസാരിക്കുന്നു പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് മാറണം, നമ്മൾ അവിടെ നിന്ന് വിട്ടു പോരേണ്ടതാണ്. കാരണം നമ്മൾ ഓരോ ദിവസവും പല പല കാര്യങ്ങൾക്കായിട്ട് അസൈൻ ചെയ്ത് വെച്ചതാണ്. അപ്പം അങ്ങനെ ചെയ്ത ആളുകൾക്കാണ് വാല്യൂ ഉള്ളത്. അല്ലാതെ ഫുൾ ടൈം ഫ്രീ ആയിട്ട് 2 മണിക്കൂർ ഫ്രീ ആണോ നീ എന്ന് ചോദിക്കുമ്പോൾ 2 5 എത്ര മണിക്കൂർ വേണമെങ്കിൽ നമുക്ക് ഇരിക്കാമല്ലോ എന്ന് പറയുമ്പോൾ നമ്മളെ കേൾക്കുന്ന ആൾ നമ്മൾക്ക് ഒരു വിലയിടുന്നു. അതായത് നമ്മുടെ വാല്യൂ അവിടെ കുറയുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് നമ്മുടെ സേവനമായിക്കൊള്ളട്ടെ, നമ്മുടെ സമയമായിക്കൊള്ളട്ടെ, മറ്റെന്ത് കാര്യങ്ങളായിക്കൊള്ളട്ടെ, ഇതെല്ലാം എന്ത് ചെയ്യുക? ലിമിറ്റഡ് സപ്ലൈ ആക്കുക. അങ്ങനെയാവുന്ന സമയത്ത് നമുക്ക് വാല്യൂ കൂടുന്നതാണ്. അടുത്ത പോയിന്റ്, ഓൾവേസ് അവൈലബിൾ ആവാതിരിക്കുക എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും അവൈലബിൾ ആവുക എന്ന് പറയുന്നത് നമ്മൾ കരുതുന്നത് നല്ലൊരു കാര്യമാണ് എന്നാണ്. പക്ഷേ നിങ്ങൾ എല്ലായ്പ്പോഴും അവൈലബിൾ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മറ്റൊരാൾക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു ബഹുമാനം ഉണ്ടാവില്ല, നമ്മളെക്കുറിച്ചൊരു അവമതിപ്പ് തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം അവനൊരു പണിയുമില്ല, അല്ലെങ്കിൽ അവനൊരു വേറൊരു കാര്യമില്ല, എപ്പോഴും വിളിച്ചാലും കിട്ടും, ഒരു വിഷയമില്ല. അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് പറയുക, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു കുഴപ്പമില്ല, അയാളെ മറ്റൊരാൾ പറയും ഒന്ന് വിളിച്ച് കൺഫേം ആയിക്കോ, നമുക്കതെന്താണ് അയാളെന്ന് ഓക്കെ ആണെന്ന് അറിയില്ലല്ലോ, ഒരു കുഴപ്പമില്ല, മൂപ്പര് ഫ്രീ ആണ്, എപ്പോൾ വിളിച്ചാലും കിട്ടും എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്, നമ്മൾ ഫ്രീ ആണ്, നമ്മൾ അവൈലബിൾ ആണ് എന്നുള്ളത്. അപ്പോൾ എല്ലായ്പ്പോഴും അവൈലബിൾ ആകുന്ന ആളുകൾക്ക് എന്തുണ്ടാവില്ല? വാല്യൂ ഉണ്ടാവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതേപോലെ ഫോൺ വിളി, അടുത്ത പോയിന്റ്, ഫോൺ വിളി കുറയ്ക്കുക എന്നുള്ളതാണ്. ഫോൺ വിളി, നമ്മൾ ഫോൺ വിളിക്കുന്ന സമയത്ത് എത്ര നേരം സംസാരിക്കും? 10 മിനിറ്റും 20 മിനിറ്റും ചിലപ്പോൾ 1 മണിക്കൂറും അതിലധികവും സംസാരിക്കാറില്ലേ? അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കാട് കയറി പോകും, പല പല കാര്യങ്ങൾ സംസാരിക്കും, കാര്യങ്ങളൊക്കെ ശരി തന്നെ. പക്ഷേ അങ്ങനെ വിളിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ ഒരു പണിയുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് അതിന് സാധിക്കില്ല. അപ്പം നമ്മൾ കുറേ നേരം ഒരു ആളോട് സംസാരിക്കുക, അല്ലെങ്കിൽ പല ആളുകളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വേറെ ഒരു വർക്കും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾ നമ്മളെ മനസ്സിലാക്കുന്നത്, നമ്മൾ അത്രയും നേരം സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെ ഫ്രീ ആണ്, അല്ലെങ്കിൽ അത്രയും നേരം സംസാരിക്കുമ്പോൾ നമ്മുടെ വിലയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ ചെയ്യാറുണ്ട്, എനിക്കൊരു കോൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കട്ട് ചെയ്യാറുണ്ട്. അവർക്ക് കോളൊന്നും വരുന്നുണ്ടാവില്ല. അപ്പോൾ അവർ വേണ്ടപ്പെട്ടവരാണ്, അവരെ കൊണ്ട് പലർക്കും പല പല കാര്യങ്ങൾ ഉണ്ടായിട്ടാണല്ലോ അവർക്ക് കോൾ വരുന്നത്. ആ രീതിയിലാണ് അവരതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അപ്പം അവർ വാല്യൂ ഉണ്ടാക്കാനായിട്ടാണ് ആ ഒരു കാര്യം യൂസ് ചെയ്യുന്നത്, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറയും. അപ്പോൾ നമ്മൾ കൂടുതൽ നേരം ഒരാളോടും എന്ത് ചെയ്യാൻ പാടില്ല? ഫോണിൽ സംസാരിക്കാൻ പാടില്ല. നമ്മൾ കൃത്യമായിട്ട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമ്മൾ ആ കാര്യം പറഞ്ഞ് ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അത് കട്ട് ചെയ്യേണ്ടതാണ്. അല്ലാതെ ഓവറായിട്ട് നമ്മൾ ആരോടും അങ്ങനെ സംസാരിക്കാൻ പാടുള്ളതല്ല. ഫോൺ വിളി കുറയ്ക്കുക. ഫോൺ വിളി കൂട്ടിയാൽ നമ്മുടെ വാല്യൂ കുറയുന്നതാണ്. ഇനി ബിസി ആയിരിക്കുക. നമ്മളെപ്പോഴും ബിസി ആയിരിക്കുക. അത് ബിസി അഭിനയിക്കുകയല്ല പറയുന്നത്, ബിസി ആയിരിക്കുക. ബിസി ആയിരിക്കുക എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും, നിങ്ങളുടെ ലൈഫായിട്ട് ബന്ധപ്പെട്ട, നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രോസസ്സുകളുണ്ട്. അപ്പോൾ നമുക്കറിയാം അത് തിരക്കാണ്. വീട്ടു ജോലി എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ? വെറുതെ ഇരിക്കുന്ന ടൈം അതിലില്ല. അപ്പോൾ നമ്മൾ എന്നിട്ടും ഉണ്ടാക്കുകയാണ് ടൈം അല്ലേ? അതേപോലെ കുടുംബം, കുട്ടികൾ, ഇതെല്ലാം വരുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള തിരക്കുകൾ ഓരോ മനുഷ്യർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ബിസി ആയിരിക്കുക. അത് ബിസി അഭിനയിക്കുക. അയ്യോ എനിക്ക് ടൈമില്ല എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കുന്നതല്ല. നമ്മൾ അങ്ങനെയാണെന്ന് മറ്റൊരാൾ കണ്ടാൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റണം, എന്ത്, ഇയാൾ ഫുൾ ഒരു തിരക്കിലാണ്, കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളത്. ഏതൊരാളെക്കുറിച്ചും അത് കണ്ടാലും അത് കേട്ടാലും നമുക്കത് മനസ്സിലാവണം, അത് സത്യമാണ്, തിരക്കാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ
ഒരു ബിസി ലൈഫിലായിരിക്കണം. നമ്മുടെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് കൊണ്ട് നമുക്ക് വർക്ക് വന്നുകൊണ്ടിരിക്കും. ചെയ്യുന്ന ആളുകൾക്ക് വർക്കുണ്ട്. നമ്മൾ എന്ത് കാര്യം ആയിക്കൊള്ളട്ടെ, നമ്മൾ വീട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒരു സ്ഥലം ക്ലീൻ ചെയ്താൽ അടുത്ത സ്ഥലം ക്ലീൻ ചെയ്യാണ്ട്, ഇതൊക്കെ ആയി വരുമ്പോഴത്തേക്ക് അടുത്ത ദിവസം രണ്ടാമത്തും ഇത് മോശമാകുന്നുണ്ട്, വീണ്ടും ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ അലക്കുന്നതായിക്കൊള്ളട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട്, നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വർക്കും ഇല്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. അതുകൊണ്ട് ബിസി അഭിനയിക്കുകയല്ല, നമ്മൾ ബിസി ആയിരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബിസിയായി മാറുക എന്നുള്ളതാണ്. അടുത്ത പോയിന്റ് പ്രൊഡക്റ്റീവ് ആവുക എന്നുള്ളതാണ്. പ്രൊഡക്റ്റീവ് ആവുക, നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാകത്തക്ക രീതിയിലുള്ള വർക്കുകൾ ചെയ്യുക. ഒരു വായന ആയിക്കൊള്ളട്ടെ, അത് ഒരു കാര്യം പഠിക്കുക ആയിക്കൊള്ളട്ടെ, ഒരു എന്തെങ്കിലും ഒരുപാട് നമുക്ക് ഗുണമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പഠിച്ച് അത് നമ്മൾ അതിൻ്റെ ഒരു എക്സ്പേർട്ടായി മാറുക, എന്നിട്ട് അതിൽ നമ്മൾ എന്തെങ്കിലും ഒരു വരുമാന സ്രോതസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റീവായി മാറുക. നമ്മുടെ ടൈമിനെ നമ്മൾ പ്രൊഡക്റ്റീവാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് കിട്ടുന്ന ഫ്രീ ടൈമിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സ്വരൂപ് കൂട്ടിയിട്ട് നമ്മൾ ആ ഒരു സമയം അത്തരം കാര്യങ്ങൾ യൂട്യൂബിലായിക്കൊള്ളട്ടെ, അറിവുകൾ നേടാനായിട്ടും അങ്ങനെ ഏതെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ സമയത്തെ പ്രൊഡക്റ്റീവാക്കി മാറ്റുക. അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ സമയത്തെ പ്രൊഡക്റ്റീവ് ആക്കാം എന്നുള്ളത്. ഇനി എൻ്റർടൈൻമെൻറ്റ് മാത്രമുള്ള ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ വെറും എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് പല പല തമാശകൾ കണ്ടിരിക്കുന്നു, നമ്മൾ അതേപോലെയുള്ള വെറുതെ മറ്റുള്ളവരുടെ ഒരുപാട് കോമഡി കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റർടൈൻമെൻറ്റായിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്ന കോമാളിത്തരങ്ങളും പലതും നമുക്ക് നമ്മുടെ ചുറ്റിലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ട് ഇങ്ങനെ നമ്മൾ സമയം പോകുന്ന സമയത്ത് ഒരു 3 മിനിറ്റ് ആയിരിക്കും, അങ്ങനത്തെ ഒരു 10 കാര്യങ്ങൾ കാണുമ്പോഴേക്കും നമുക്ക് അരമണിക്കൂറും 1 മണിക്കൂറൊക്കെ വളരെ പെട്ടെന്ന് കടന്നു പോയിട്ടുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ സമയം കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് മാത്രമായാലും എന്താ സംഭവിക്കുക, നമ്മുടെ മൈൻഡ് എപ്പോഴും ഈ പറയുന്ന ഹാപ്പിനെസ്സിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അതായത് എൻ്റർടൈൻമെൻറ്റിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതും അത്തരത്തിലുള്ള കാഴ്ചകളാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും, നമ്മളത് കണ്ടുകൊണ്ടേയിരിക്കും, നമ്മളത് ആസ്വദിച്ചുകൊണ്ടേയിരിക്കും. നമുക്കൊരിക്കലും പിന്നെ മറ്റൊരു ഒരു ടൈമിനെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നേടിയെടുക്കാനോ ഒരു ഊർജ്ജം ഉണ്ടാവില്ല. ആ ഊർജ്ജം മൊത്തം നമ്മൾ ഈ എൻ്റർടൈൻമെൻറ്റിലേക്ക് പോക്കി. അതായത് ഇത് കണ്ട് നമ്മൾ ആസ്വദിച്ച് നമ്മുടെ സമയം അങ്ങോട്ട് കളയുന്നു, പിന്നെ കരുതും നമുക്ക് നാളെ ചെയ്യാം, അല്ലേ, പ്രൊക്രസ്റ്റിനേഷൻ വരുന്നു. അതായത് നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നമ്മളത് മാറ്റി വെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രൊഡക്റ്റീവ് ആവുക എന്നുള്ളതാണ്. അതേപോലെ എൻ്റർടൈൻമെൻറ്റ് മാത്രമാവാതിരിക്കുക എന്നുള്ളതാണ്. അടുത്തത്, ഒരു സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യുക, കുറേ നേരം ഇരിക്കരുത്. പണ്ടൊരു ചൊല്ലുണ്ട്, ഉരുളി പണയം വെച്ചതുപോലെ എന്നുള്ള ചൊല്ലുണ്ട്. കാരണം അത് പണയം വെച്ച് കഴിഞ്ഞാൽ അതിന് എടുക്കില്ല എന്നുള്ളതാണ്, അത് അവിടെ തന്നെ ഉണ്ടാവും. അതേപോലെ കാരണം പിന്നെ എപ്പോഴെങ്കിലും ഒരു പായസമോ എന്തെങ്കിലും കാര്യം ഉണ്ടാക്കാനായിട്ടുള്ള ഉരുളി വേണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എടുത്ത് എവിടെയെങ്കിലും പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു തത്വം. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ കുറേ നേരം ഇരിക്കാൻ പാടില്ല. അപ്പോൾ നമുക്കൊരു തിരക്ക് കാര്യങ്ങളുള്ള ആളുകളാണെങ്കിൽ ഒരിക്കലും അവിടെ ഇരിക്കില്ല. അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് വാല്യൂ ഉണ്ടാവില്ല, വാല്യൂ ഉള്ള ആളുകൾ അവിടെ ഇരിക്കില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് നമുക്ക് മറ്റുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യങ്ങളുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മൾ വേഗം ഇറങ്ങുകയും നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അല്ലാതെ നമുക്ക് വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ കിട്ടുമോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളത് ചെയ്ത് പരീക്ഷിച്ച് നോക്കുക. അത് നിങ്ങളുടെ അനുഭവത്തിൽ വരുന്നതാണ്. നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.